പാരാമെഡിക്കൽ കോഴ്സുകളിൽ വളരെ ഡിമാൻഡായിട്ട് നിൽക്കുന്ന ഒരു പ്രധാന കോഴ്സാണ് കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ് കാർഡിയാക് കെയർ ടെക്നോളജി? അതല്ലെങ്കിൽ കാർഡിയാക് കെയർ ടെക്നോളജി പഠിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? കോഴ്സ് ഡ്യൂറേഷൻ എങ്ങനെയാണ്? ഇതിന്റെ ജോലി സാധ്യതകളും സാലറിയും ഇന്ത്യയിലും വിദേശത്തും യൂറോപ്യൻ രാജ്യങ്ങളിലും GCC രാജ്യങ്ങളിലുമൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കാർഡിയാക് കെയർ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾക്ക് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ 8072918097 എന്നെൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കർണാടക സംസ്ഥാനത്തിലെയും തമിഴ്നാട് കേരളത്തിലെയും ഏറ്റവും നല്ല കോളേജുകളിൽ നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഹൃദയ സംബന്ധമായ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വന്നാൽ ആ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്യുകയും ആ പേഷ്യന്റിന് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നതും ഒരു ഡോക്ടറിനോടൊപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യുക എന്നതാണ് കാർഡിയാക് കെയർ ടെക്നോളജി കഴിഞ്ഞ ടെക്നീഷ്യന്റെ ജോലി എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ പ്രധാനമായും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് കാത്ത് ലാബുകളിലാണ്. കാത്ത് ലാബുകളിൽ ഡോക്ടറിനോടൊപ്പം നിന്ന് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് കാർഡിയാക് കെയർ ടെക്നോളജി കഴിയുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ചെയ്യേണ്ട ജോലി. ഇതുകൂടാതെ ഹെർട്ട് റേറ്റ്, BP റേറ്റ് തുടങ്ങിയവ മോണിറ്റർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സിന് ഇൻഫോം ചെയ്യുക എന്നത് ഒരു കാർഡിയാക് കെയർ ടെക്നീഷ്യന്റെ ജോലിയാണ്. ഇനി ഈ കോഴ്സ് പഠിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മിനിമം 50% മാർക്കോടെ +2 സയൻസ് പാസ്സായ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. BSc ഡിഗ്രി ലെവൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ 3+1 അഥവാ 3 ഇയേഴ്സ് അക്കാഡമിക്കും 1 ഇയർ ഇന്റേൺഷിപ്പും ചേർന്നാണ് വരിക. കേരളത്തിനുള്ളിൽ LBS ത്രൂ ആണ് അഡ്മിഷൻ നടക്കുന്നത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാനും കഴിയുന്നതാണ്. +2 റിസൾട്ട് വന്നതിന് ശേഷം LBS ആപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയും അലോട്ട്മെന്റ് വഴിയാകും പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുക. ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂര്, കോയമ്പത്തൂർ, ചെന്നൈ, സേലം തുടങ്ങിയ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ കോളേജുകളിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ ഡയറക്റ്റ് അഡ്മിഷൻ അഥവാ മാനേജ്മെന്റ് സീറ്റ് ആകും കിട്ടുക. ഒരേപോലെ പ്രാക്ടിക്കലും തിയറിയും വരുന്ന കോഴ്സ് തന്നെയാണ് കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി കാർഡിയാക് കെയർ ടെക്നോളജി കഴിഞ്ഞ ഒരാൾ ഏതൊക്കെ പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു കാർഡിയോളജിസ്റ്റ് ആയിട്ടും കാത്ത് ലാബിനുള്ളിൽ നേഴ്സായിട്ടും വർക്ക് ചെയ്യാൻ കഴിയും. മെഡിക്കൽ സോണോഗ്രാഫറായി വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ICUവിന്റെ ഉള്ളിൽ ക്രിട്ടിക്കൽ കെയർ അസിസ്റ്റന്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. രജിസ്റ്റേർഡ് വസ്കുലർ സ്പെഷ്യലിസ്റ്റ്, രജിസ്റ്റേർഡ് കാർഡിയക് സോണോഗ്രാഫർ ഇത്തരം പൊസിഷനുകളിൽ വർക്ക് ചെയ്യാനും സാധിക്കും. ഒരു കാർഡിയാക് കെയർ ടെക്നീഷ്യൻ 3 വർഷം എന്തൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഇയറിൽ ആകെ 5 സബ്ജക്റ്റുകളാണ് വരുന്നത്. ഒന്നാമത് ഹ്യൂമൻ അനാട്ടമി, രണ്ടാമത് ഫിസിയോളജി, 3 ബയോകെമിസ്ട്രി, 4 പത്തോളജി, 5 മൈക്രോബയോളജി. ഈ 5 സബ്ജക്റ്റുകളും ഇതിന്റെ പ്രാക്ടിക്കൽസുമാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കേണ്ടി വരിക. ഇനി സെക്കൻഡിലോട്ട് പോകുമ്പോൾ മെഡിസിൻ റിലവന്റ് കാർഡിയാക് കെയർ, അപ്ലൈഡ് പത്തോളജി, അപ്ലൈഡ് ഫാർമക്കോളജി, ഇൻട്രൊഡക്ഷൻ ടു കാർഡിയാക് ടെക്നീഷ്യൻ എന്നീ 4 സബ്ജക്റ്റുകളും അതിന്റെ പ്രാക്ടിക്കൽസും പഠിക്കേണ്ടി വരും. ഇനി തേർഡ് ഇയറിലോട്ട് പോകുമ്പോൾ ആണെങ്കിൽ കാർഡിയാക് കെയർ ക്ലിനിക്ക്, കാർഡിയാക് കെയർ അപ്ലൈഡ്, കാർഡിയാക് കെയർ അഡ്വാൻസ്ഡ് എന്നീ 3 സബ്ജക്റ്റുകളും ഇതിന്റെ പ്രാക്ടിക്കൽസുമാണ് നമ്മൾ 3-ാം വർഷം പഠിക്കേണ്ടി വരിക. കാർഡിയാക് കെയർ ടെക്നോളജി കോഴ്സിന് കേരള, തമിഴ്നാട്, കർണാടക ഭാഗത്തേക്ക് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ 8072918097 എന്നെൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി ഡയറക്റ്റ് നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും. പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.